മിശിഹായിൽ എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ സഞ്ജു ജോസഫ്, ആലപ്പുഴയിലാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ പ്രൊജക്റ്റ് മാനേജറായി വർക്ക് ചെയ്യുകയാണ്. ഒരു IT കമ്പനിയിൽ പ്രൊജക്റ്റ് മാനേജറായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. 2022 ഒക്ടോബർ മാസം എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഞാൻ ബാംഗ്ലൂർക്ക് മൂവ് ചെയ്ത് ഫാമിലി ആയിട്ട് എൻ്റെ ഭാര്യയും എൻ്റെ 3 വയസ്സുള്ള എൻ്റെ മകനുമായിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്യാനുണ്ടായത്. ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ പ്രൊജക്റ്റിൽ നിന്ന് എന്നെ ലേ ഓഫ് ചെയ്യാനായിട്ട് പ്രൊജക്റ്റ് മാനേജർ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ 2 ആഴ്ച മാത്രമേ എനിക്ക് നോട്ടീസ് പീരീഡ് ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് മാനേജർ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മാനേജറോട് പറഞ്ഞു, ഇല്ല, ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഫാമിലി ആയിട്ട് വന്നതേ ഉള്ളൂ, എക്സ്പെൻസും മറ്റെല്ലാ കാര്യങ്ങളും വളരെ വലുതാണ്, പെട്ടെന്നൊരു റീലൊക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളതല്ല. സോ ആ സമയത്താണ് ഞങ്ങൾ വളരെ സങ്കടകരമായ ഒരു സമയത്ത് കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ബാംഗ്ലൂരിലിരുന്ന്. അങ്ങനെ 2 ആഴ്ചയോളം ഞങ്ങൾ വളരെ അധികമായിട്ട് കറക്റ്റായ സമയങ്ങളിൽ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലത്തെ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയോടുകൂടി പരിശുദ്ധമ്മയുടെ പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ ധ്യാനം എല്ലാ ദിവസങ്ങളിലും കാണുമായിരുന്നു. ഏകദേശം 2 ആഴ്ചയുടെ നോട്ടീസ് തീരുന്നതിന് വെള്ളിയാഴ്ചയ്ക്ക് ഒരു ദിവസം മുമ്പായിട്ട് മാനേജർ എന്നോട് വിളിച്ച് പറയുകയുണ്ടായി, 2 പൊസിഷനുകൾ ഓപ്പൺ ആയിട്ടുണ്ട് സഞ്ജു, പെട്ടെന്ന് നിനക്കിതിൽ ഏതാണ് വേണ്ടത്? സോ എനിക്കറിയാം, ഒന്ന് ഒരു ലീഡ് റോളും മറ്റൊന്ന് ഒരു മാനേജ്മെൻറ്റ് റോളുമായിരുന്നു. സോ മാനേജ്മെൻറ്റ് റോൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള റിസ്ക് വളരെ അധികമാണ്. സോ എങ്കിലും ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ എന്താ എടുക്കേണ്ടത്? പ്രാർത്ഥനയിൽ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്തായാലും മാനേജ്മെൻറ്റ് റോൾ തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ പെട്ടെന്ന് ഞാൻ ആ മാനേജറെ തിരിച്ച് വിളിച്ച് പറഞ്ഞു, എനിക്ക് ആ പ്രൊജക്റ്റ് മാനേജർ റോൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. ശരി, എന്നാൽ ഒന്നും ചോദിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അതിലേക്ക് അലോക്കേറ്റ് ചെയ്യാനുണ്ടായത്. 1 മാസത്തോളം ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളപ്പോൾ പ്രാർത്ഥന തീർച്ചയായിട്ടും അവിടെ ബാംഗ്ലൂരിലായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഫാമിലി ആയിട്ടായിരുന്നു. കൃത്യമായ പ്രാർത്ഥനകൾ ഞങ്ങൾ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 10 വർഷത്തോളമായി IT കമ്പനി വർക്ക് ചെയ്യുന്നു. സോ IT കമ്പനി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് പുറത്തു പോവുക എന്നുള്ളത്. സോ ഞാൻ പലതവണകളിൽ ഞാൻ വർക്ക് ചെയ്ത എല്ലാ പ്രൊജക്റ്റിൽ നിന്നും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ US അപ്ലൈ ചെയ്ത സമയങ്ങളിൽ 4 പ്രാവശ്യമാണ് എനിക്ക് H1B ലോട്ടറിയിൽ നിന്ന് എനിക്ക് കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നത്. സോ ഇത് 1 മാസം കൊണ്ട് തന്നെ എനിക്ക് UK പോകാനായിട്ടുള്ള വിസ അപ്ലൈ ചെയ്യുകയും വിസ ആപ്ലിക്കേഷൻ അപ്രൂവായി വരികയും 2024 ജനുവരി മാസം 21-ാം തീയതി 2023 ജനുവരി മാസം 21-ാം തീയതി എനിക്ക് UK പോകാൻ സാധിക്കുകയുണ്ടായി. സോ അവിടെ പ്രോജക്റ്റ് എല്ലാം വളരെ സ്മൂത്തായി നടക്കുന്ന ഏകദേശം 1 വർഷത്തോളം പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായി പ്രോജക്റ്റൊക്കെ പോയി. സോ 2024 തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് തന്നെ അസാധാരണമായിട്ട് UK റിസഷൻ കടന്നു വരികയും ലേ ഓഫുകൾ ഒരുപാട് നടക്കുകയും പല കമ്പനികളിൽ നിന്നും എൻ്റെ കമ്പനിയിൽ നിന്ന് ഉൾപ്പെടെ ഒരുപാട് പേരെ പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായി. സോ ഏകദേശം 2024 മാർച്ചോടുകൂടി എൻ്റെ മാനേജർ ഞാനോടൊരു മീറ്റിംഗ് വയ്ക്കുകയും, സഞ്ജു, നമുക്കിനി ഒരുപാട് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, നമുക്കിപ്പം ഇന്ത്യയിൽ നിന്ന് വന്നതായതുകൊണ്ട് അതിൻ്റെ ഡെപ്യൂട്ടേഷനിലാണ്. സോ എപ്പം പ്രൊജക്റ്റ് തീരുന്നപ്പോൾ തിരിച്ചു പോരണം. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാനേജർ എന്നോട് പറയുകയുണ്ടായി, സോ സഞ്ജു, നമുക്ക് ഒരുപാട് നോക്കാൻ പറ്റില്ല, എങ്കിലും സഞ്ജു മറ്റ് പ്രൊജക്റ്റുകൾ നോക്കി തുടങ്ങുക. സോ 2 മാസത്തെ സമയം എനിക്ക് മാക്സിമം തരാൻ പറ്റും, അതിനുള്ളിൽ എന്തെങ്കിലും സാധിക്കുമോ എന്ന് നോക്കുക. സോ അപ്പോൾ എൻ്റെ കമ്പനിയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റൊരു വലിയ പ്രോജക്റ്റ് ക്ലോസ് ആയിട്ട് ഏകദേശം ഒരു 180 പേരോളം ബെഞ്ചിലേക്ക് വന്ന സമയമാണ്. സോ അതിൽ 151-ാമത്തെ ആളായിട്ട് വീണ്ടും ഞാനും കൂടെ ചെല്ലുകയാണ്. സോ പ്രൊജക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ സാധിക്കില്ല എന്ന് തന്നെ പ്രത്യേകിച്ച് പറയാം. സോ അങ്ങനെ ആ ഒരു സമയത്താണ് എൻ്റെ ഭാര്യയുടെ അമ്മയും അവിടേക്ക് വരാനിടയായത്. സോ വിസ കിട്ടി. കാരണം എനിക്ക് ഓഫീസിൽ പോകണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കൊച്ചിനെ നോക്കണം, വൈഫും ജോലിക്ക് പോകുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കൊച്ചിനെ നോക്കാനായിട്ട് മറ്റൊരാൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് പുറം രാജ്യങ്ങളിൽ. സോ അങ്ങനെ അമ്മയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഞങ്ങളുടെ ചുറ്റിനും ഉണ്ടാകുന്നത്. മേ ബി ഞങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടായത് തന്നെ കുറച്ചുകൂടെ തീക്ഷ്ണമായ വിശ്വാസം പറയാനായിട്ടായിരിക്കാമെന്ന് ഞാനിന്ന് വിശ്വസിക്കുന്നു കുറച്ച്. സോ എന്നും എൻ്റെ വീട്ടിൽ അതിനുശേഷം മുഴങ്ങിക്കേട്ടിരുന്ന ഒരേ ഒരു ശബ്ദം 24 മണിക്കൂറും 12 മണിക്കൂറും TV ധ്യാനം മാത്രമാണ്. ജോസഫ് അച്ഛൻ്റെ ധ്യാനം വൈഫിൻ്റെ അമ്മ ഫുൾ ടൈം വയ്ക്കും. ഞാൻ ഓഫീസിൽ നിന്ന് വന്നാലും ശരി, വൈഫ് ജോലിയിൽ നിന്ന് വന്നാലും ശരി, ഞങ്ങൾ കൂടുതലും കേട്ടുകൊണ്ടിരുന്നത് ധ്യാനം തന്നെയാണ്. സോ അവിടെ നിന്നും ഞാൻ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. പുറത്ത് ജോലി കിട്ടൽ വളരെ പാടാണ്. കാരണം നമുക്കറിയാം, ഇവിടുന്ന് പോകുന്നവർക്കൊരു സ്പോൺസർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എൻ്റെ സ്പോൺസർഷിപ്പിലാണ് എൻ്റെ വൈഫും കുട്ടിയും ഉള്ളത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് ജോലി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് തിരിച്ച് വരേണ്ട പോലെ ഇരിക്കും. സോ ഏകദേശം 2 മാസത്തോളം വളരെ ശക്തിയായി തന്നെ ഞാൻ എൻ്റെ കമ്പനിയിലും
പുറത്തും ജോലി തപ്പി, പക്ഷേ എങ്ങും എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അവസാനം വേറെ ഒരു രക്ഷയില്ല, നമുക്ക് ഫിനാൻഷ്യലായി ഒരുപാട് ബാധ്യതകളുണ്ട്. ഞാൻ 2023 പുറത്ത് പോകുമ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള 2 ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്ന ഹൗസ് ലോൺ അടച്ചു തീർക്കണം. അതുകൂടാതെ എൻ്റെ അനിയൻ്റെ പട്ടമാണ്. 2024 ഡിസംബർ മാസം ഈ 31-ാം തീയതി അവന് പട്ടം കിട്ടി. സോ അവൻ്റെ പട്ടമാണ്. സോ ഇതിനെല്ലാത്തിനും ചേർന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞങ്ങൾ 2 വർഷമായി UK പോയിട്ടുണ്ടായിരുന്നത്. സോ വേറെ വഴിയില്ല, UK കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ എന്നൊരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്പോൺസർഷിപ്പ് പൈസ കൊടുത്ത് മേടിക്കാമെന്നുള്ള ഡിസ്കഷനിലൊക്കെ എത്തി. സോ അപ്പോഴൊക്കെ മാതാവിനോട് നമ്മൾ ചോദിക്കും, മാതാവ് എന്താ ഞാൻ ചെയ്യേണ്ടത്? മാതാവിൻ്റെ ഒരു രൂപം എപ്പോഴും ഞങ്ങളുടെ വാളിലുണ്ട്, പ്രാർത്ഥനാ വാളിലുണ്ട്. സോ മാതാവിനോടേക്ക്, മാതാവ് എന്താ ചെയ്യേണ്ടത്? എന്താണെങ്കിലും നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കാരണം ഈശോ പറഞ്ഞപ്പോഴത്തേക്കും നിൻ്റെ ഇഷ്ടം എന്താവട്ടെ അത് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചവളോട് എനിക്ക് അതിൽ കൂടുതലൊന്നും പ്രാർത്ഥിക്കാനില്ലായിരുന്നു. എന്നും പോയി പ്രാർത്ഥനയിലുപരി ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊരു സംഭാഷണം പോലെ മാതാവിനോട് പറയും. സോ അങ്ങനെ എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇങ്ങനെ ഈ സ്പോൺസർഷിപ്പ് തേടിപ്പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നു. കുറേ പേര് ഒരുപാട് പൈസ പറഞ്ഞു. എവിടെയോ ഒരു സ്ഥലത്ത് ആരുടെയോ അടുത്ത് നിന്ന് ഞാൻ കേട്ടതുപോലെ കുറച്ച് പൈസ കുറഞ്ഞ ഒരു സ്പോൺസർഷിപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടു. അപ്പോൾ ശരി, ഞാൻ അവിടെ പോയി ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചു. പക്ഷേ അതെനിക്കറിയാം, ഞാൻ ചാടുന്നത് വലിയൊരു കുഴിയിലേക്കാണ് ചാടുന്നത്. കാരണം സ്പോൺസർഷിപ്പൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസം മാസം വലിയൊരു ചിലവാണ്. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ടത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം എവിടുന്നോ നമുക്ക് വന്നു. കാരണം മേ ബി ഞാനവിടെ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം. സോ പ്രത്യേകിച്ച് പറയുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം എവിടുന്നോ കിട്ടുന്നുണ്ട്. സോ ആ ധൈര്യത്തിൻ്റെ പുറത്ത് എന്തും ചെയ്യാം എന്നുള്ളൊരു എടുത്ത് ചാട്ടം, മുന്നേക്ക് പോകാനായിട്ടുള്ള ധൈര്യം നമുക്ക് കിട്ടും. കാരണം വലയെറിഞ്ഞ് പത്രോസിനോട് ചോദിച്ച പോലെ, നീ വലത്തോട്ട് എറിഞ്ഞാൽ നിനക്ക് മീൻ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ മുതൽ വലയെറിയല്ലേ എന്ന് ചോദിച്ചിട്ട് അവ എറിഞ്ഞു നീ കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇതൊരു ധൈര്യത്തിൻ്റെ പുറത്ത് എപ്പോഴും മുന്നോട്ട് നടക്കുകയാണ് മാതാവിൻ്റെ കൂടെ. തുടക്കം മുതൽ അവസാന നിമിഷത്തിലാണെങ്കിലും മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് പലപ്പോഴും വിശ്വാസമുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ ഈ സമയത്ത് ആ പുള്ളിയൊക്കെ ഏകദേശം ഞാൻ ഇനീഷ്യലി കുറച്ച് തുക ഡെപ്പോസിറ്റ് കൊടുത്തു. ഏകദേശം 6 ലക്ഷം രൂപയോളം ഡെപ്പോസിറ്റ് കൊടുത്തു. ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ ആ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത്. ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച ബാക്കി പൈസയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പുള്ളി പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ വലിയൊരു ഭാരമാണ് എൻ്റെ തലയിലേക്ക് വരുന്നത്, എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതിലും വലുതായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ഇത് മാറിയേക്കാം, ഞാൻ മണ്ടത്തരമാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് തിങ്കളാഴ്ച അതിരാവിലെ എൻ്റെ കമ്പനിയിൽ നിന്ന് HR എന്നെ വിളിച്ചു, സഞ്ജു എന്തുകൊണ്ടാണ് നീ റിസൈൻ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ഇന്നേ പറ്റുള്ളൂ, കാരണം എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതെല്ലാം തീർത്തേ പറ്റുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും HR പറഞ്ഞു, ഓക്കെ ഞാൻ എന്തായാലും 1-2 ദിവസം കൂടെ ഹോൾഡ് ചെയ്യാൻ നീ ശരിക്കും ആലോചിച്ചിട്ട് പറ, നമുക്ക് അതിനെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. HR വിളിച്ച് ഫോൺ വെച്ച പാടെ തന്നെ എനിക്ക് മറ്റൊരു കോൾ വന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, സഞ്ജു എൻ്റെ കയ്യിലൊരു പ്രൊജക്റ്റ് ഉണ്ട്, ആരാന്ന് പോലും എനിക്കറിയില്ല. ആ വ്യക്തിയുമായിട്ട് അതിനു മുമ്പ് ഞാൻ കമ്പനിയിൽ സംസാരിച്ചിട്ട് പോലുമില്ല. പെട്ടെന്നൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറയണം, സഞ്ജു എൻ്റെ കയ്യിലൊരു പ്രൊജക്റ്റ് ഉണ്ട്, എനിക്ക് 3 മാസത്തേക്കേ ഉള്ളൂ, 3 മാസത്തേക്ക് നിന്നെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ മുങ്ങിത്താഴുന്ന കപ്പലിന് എന്ത് കെട്ടിക്കാഞ്ഞും പിടിച്ച് കയറാമെന്ന് പറയുന്ന പോലെ 3 മാസമെങ്കിൽ 3 മാസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രൊജക്റ്റിലേക്ക് അലോക്കേറ്റ് ആയി. അപ്പോൾ ഞാൻ മറ്റേ വിസ എടുക്കുന്ന ചേട്ടനോട് പറഞ്ഞു, എനിക്ക് വിസ വേണ്ട, കാരണം എൻ്റെ കമ്പനിയിൽ തന്നെ എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടി. അപ്പം കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് 6 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്തുകൊണ്ട് അത് തിരിച്ച് കിട്ടാനും പലപ്പോഴും പ്രയാസമാണ്. കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ പറയണം, പൈസ പോക്കാണ്, വലിയ ബുദ്ധിമുട്ടാണ് നിനക്ക്. അപ്പം ഇത് എനിക്ക് പുതിയ ജോലി എക്സ്റ്റൻഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരെന്ന് വിളിച്ച് ചോദിക്കുന്നത്, എടാ പൈസ തിരിച്ച് കിട്ടിയോ, പൈസ തിരിച്ച് കിട്ടിയോ? എനിക്ക് ജോലി കിട്ടിയെന്ന് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞതിൻ്റെ 3-ാമത്തെ ദിവസം എനിക്ക് ഫുൾ പൈസ പുള്ളി തിരിച്ചു തരും, എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ഉണ്ടായി, ഒരു പൈസ പോലും എനിക്ക് നഷ്ടം ഉണ്ടായില്ല. അതിനുശേഷം 3 മാസത്തെ പ്രൊജക്റ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കടക്കുമല്ലോ. അപ്പം എനിക്ക് 31-ാം തീയതി പട്ടത്തിന് വരണം, ഞങ്ങൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 3 മാസത്തെ ഈ പ്രൊജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് ഭയങ്കര സംശയമായിരുന്നു. വീണ്ടും ഞാൻ ആ പുള്ളിയെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും, മാനേജറെ കുഴപ്പമില്ലല്ലോ അല്ലേ, എൻ്റെ 3 മാസം പ്രൊജക്റ്റ് തീരാണ്, അതൊന്നും പേടിക്കേണ്ട അത് നമുക്ക് ചെയ്യാം, വേണ്ട പോലെ ചെയ്യാം. പക്ഷേ ഈ വേണ്ട പോലെ ചെയ്യാമെന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അവസാനം അറിയില്ലല്ലോ. സോ എന്താണെന്ന് പറയട്ടെ, നമ്മൾ പ്രാർത്ഥന യാതൊരു വിധത്തിലും കുറച്ചിരുന്നില്ല, യാതൊരുവിധ കോംപ്രമൈസും അവിടെ ചെയ്തിരുന്നില്ല. എല്ലാ രാവിലെകളിൽ പ്രാർത്ഥിക്കുകയും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയിൽ മാതാവിനോട് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്നെ ധ്യാനം കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഈ കിട്ടിയ 3 മാസം ജോലിയും വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ കൊച്ചിനെ നോക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വൈഫിന് ജോലിക്ക് പോകാനും സാധിച്ചിരുന്നു. ഇതിന് ശേഷം
3 മാസം പ്രൊജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുതിയൊരു പ്രൊജക്റ്റ് വന്നു. അത് ഏകദേശം 1 ആഴ്ചയോളം ഡിലേ ഉണ്ടായി. അപ്പോൾ ഞാൻ സംശയത്തിലായിരുന്നു, എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും സ്ഥിരമായ ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു പ്രൊജക്റ്റായിട്ട് മാതാവ് അതിനെ മാറ്റി തന്നു. അതിനുശേഷം അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ. കാരണം ജനുവരിയിൽ വിസ എക്സ്പയർ ആവുകയാണ്. ജനുവരിയിൽ വിസ എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മാസം മുമ്പ് തന്നെ നമ്മൾ വിസ അപ്ലൈ ചെയ്തെല്ലാം മേടിച്ചിരിക്കണം. അപ്പോൾ അതിനുള്ള പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് പട്ടത്തിന് വരാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം എനിക്ക് ഒരേ ഒരു അനിയനേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ പട്ടത്തിന് വരാൻ പറ്റിയില്ല. പിന്നെ അതിലും വലിയ നഷ്ടം എൻ്റെ ജീവിതത്തിൽ വേറെ ഇല്ല. കുടുംബം മൊത്തം ഒന്നിച്ച് ആഗ്രഹിച്ച്, ഇടവക മൊത്തം ഒന്നിച്ച് ആഗ്രഹിച്ച് നടത്തുന്ന പട്ടമാണ്. അപ്പം അങ്ങനെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് വിസയ്ക്കുള്ള പൈസ ബജറ്റ് അപ്രൂവ് ചെയ്യണം. അതെന്തോ ഒരു ചെറിയ കാരണം കൊണ്ട് ഡിലേ ആയി. ഏകദേശം ക്രിസ്മസിനോട് അടുത്തായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവർ ബജറ്റ് അപ്രൂവ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ മാനേജറിനോട് റിക്വസ്റ്റ് ചെയ്തു, കാരണം എനിക്കൊന്ന് പോയിട്ട് വരാൻ സാധിക്കുമോ, കാരണം ഒരുപാട് സമയമില്ല, 20-ാം തീയതി എൻ്റെ എക്സ്പയർ ആവുകയാണ്. സോ അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് പോയിട്ട് വന്നോട്ടെ. അപ്പം ഏകദേശം കുറച്ച് സമയം അവർക്ക് പ്രോസസ്സിങ്ങിന് കൊടുക്കേണ്ടതായതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ മറ്റൊന്നും പറയാതെ തന്നെ ഓക്കെ നീ പോയിട്ട് വാ എന്നുള്ള വാക്കാണ് അവിടുന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. ഉടനെ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ വന്നു. ഈ കഴിഞ്ഞ 31-ന് എൻ്റെ അനിയൻ ജേക്കബ് കളരിക്കൽ പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിച്ച് ഈശോയുടെ മറ്റൊരു പുത്രനായി മാറിയ സമയമായിരുന്നു 31-ാം തീയതി. എല്ലാത്തിനും നന്ദി പറയുന്നു. ഈ ഒരു സമയത്ത് മെയിനായിട്ട് എൻ്റെ അമ്മമാർ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയങ്ങളിൽ ഇടവിടാതെ കൊന്ത താഴെ വയ്ക്കാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മയും, എൻ്റെ വൈഫിൻ്റെ അമ്മയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ അനിയനും, ഒരുപാട് നാട്ടുകാരും, പരിശുദ്ധ അമ്മയുടെ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ അമ്മമാരോട് നന്ദി പറയുന്നു. ഏറെ കടപ്പെട്ടിരിക്കുന്നത് മാതാവിനോടാണ്. മധ്യസ്ഥം ചോദിച്ചപ്പോഴൊക്കെ ഒരു കുറവും കൂടാതെ എൻ്റെ കൂടെ നിന്നിട്ട് ധൈര്യമായി മുന്നോട്ട് പൊക്കോ എന്ന് പറഞ്ഞ എൻ്റെ മാതാവിനോട് വളരെയധികമായി ഞാൻ നന്ദി പറയുന്നു. ഏറ്റവും മെയിനായിട്ട് ഇവിടുന്ന് അമ്മ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് മാതാവിൻ്റെ തൈലവും ഉപ്പും ഒക്കെ കൊണ്ടു തന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നും, ഞങ്ങളുടെ ഭക്ഷണങ്ങളിലായിക്കോട്ടെ ആ ഉപ്പ് യൂസ് ചെയ്യലായിരുന്നു. നമ്മൾ പ്രാർത്ഥനകളിൽ എന്നും പ്രാർത്ഥന കഴിഞ്ഞാൽ ആ തൈലം പൂശലായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. മാതാവിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധമ്മയ്ക്ക് എല്ലാവിധ നന്ദികളും അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ജീവിതം മാറിയ ഒരു സമയങ്ങളായിരുന്നു 2022 മുതൽ. കുറച്ചുകൂടെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ പ്രാർത്ഥനകളിലേക്ക് കൂടുതൽ ആഴ്ന്നു ചെല്ലുവാനായിട്ട്, പ്രാർത്ഥനകൾ വിശ്വാസത്തിൽ ഭക്തിയിലും കുറവുകളെങ്കിലും വരുത്തിയിട്ടില്ലെങ്കിൽ പോലും സമയം പലപ്പോഴും പരിമിതി ഉണ്ടാക്കുന്ന ഒന്നാണ്. സോ എപ്പോഴും ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം, ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും പ്രാർത്ഥനകൾ കുറയ്ക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും മാക്സിമം കിട്ടുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൊന്തചൊല്ലലും ഇത് മറ്റും അല്ലെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത് ഈശോയോടും മാതാവിനോടുമാണ്. അവരോട് പ്രാർത്ഥിക്കാൻ കൂടുതൽ അടുക്കാനുമായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കരുണി പ്രവർത്തികളായിട്ട് പലപ്പോഴും ഇവിടെ നാട്ടിൽ എൻ്റെ കുഞ്ഞിൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ താമസിക്കുന്ന ആശ്രയ സ്ഥാപനങ്ങളുണ്ട്. അവിടെ സഹായിക്കാനും എൻ്റെ മാതാപിതാക്കൾ വഴി സഹായം ചെയ്യാനും എൻ്റെ അമ്മമാരെ, അമ്മച്ചിമാരെ, അപ്പാപ്പന്മാരെയും പോലുള്ള ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലങ്ങളിൽ എൻ്റെ മാതാപിതാക്കൾ വഴി സഹായം ചെയ്യാനൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോട് തന്ന ധൈര്യത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ചുരുക്കം നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45:2 ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. സഞ്ജു ജോസഫ് തൻ്റെ നഷ്ടമാകുമെന്ന് വിചാരിച്ച ജോലി UK അവസാന നിമിഷം തനിക്ക് എങ്ങനെയാണ് അത് പിന്നീട് ഒരു നീണ്ട ജോലി സാധ്യതയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നത്, അതാണ് ഈ മകൻ ഇവിടെ പറഞ്ഞ് നിർത്തുമ്പോൾ അതിൻ്റെ രത്ന ചുരുക്കം അതാണ്. തനിക്ക് വന്ന ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് താൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നതാണ് വിദേശത്തേക്ക് പോകണമെന്ന്. എന്നാൽ അതിന് 10 വർഷമായിട്ട് തനിക്ക് സാധിച്ചിരുന്നില്ല. ഇവിടെ തന്നെ പ്രോജക്റ്റ് കിട്ടിയതും അതുപോലെ അതെല്ലാം ഒന്നിനൊന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ തനിക്ക് തൻ്റെ കമ്പനിയിൽ ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെയാണ് എങ്ങനെ യെശയ്യാ 45:2 തിരുവചനങ്ങൾ ഈ മകന് കൂട്ടും തുണയുമാകുന്ന രീതിയിലാകുന്നത്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി വഴി തങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഇപ്പോൾ ഈ മകൻ ഇവിടെ പങ്കുവെച്ചത്. ഇതിലൂടെ
എത്രമാത്രം തൻ്റെ ജീവിത വിശുദ്ധീകരണം തനിക്ക് വന്നു. ഇന്ന് പരിശുദ്ധ അമ്മ തന്നെ എത്രമാത്രമാണ് പരിശുദ്ധ അമ്മയെയും ഈശോയെയും തൻ്റെ ജീവിതത്തിൽ വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, എന്നാൽ ദൈവസ്നേഹത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണുവാനും ചെയ്യുവാനുമൊക്കെ തനിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനൊക്കെ ആയിട്ടുള്ള ഒരു മനസ്സ്, അതും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാനൊക്കെ കുടുംബം എങ്ങനെ പരിശ്രമിക്കുന്നു. തങ്ങളുടെ കുടുംബത്തിൽ പിന്നീട് അങ്ങോട്ട് ഉടമ്പടി ആരാധനകൾ, സാക്ഷ്യങ്ങൾ, ഇത് തന്നെ നിരന്തരം ഇത് തന്നെയാണ് തങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. ജപമാല, ഇതെല്ലാമായിട്ട് ഈ മക്കൾ ദൈവസ്നേഹത്തോടെ തങ്ങളുടെ ജീവിതം നയിക്കുകയായിരുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. സങ്കീർത്തനം 17:8 തിരുവചനമാണ്. എങ്ങനെ ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്നു, ഉടമ്പടി എങ്ങനെയാണ്, സമയച്ചുരുക്കം, ഭാരലഘുത്വം, ഇതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ്. ഇത് ഓരോ അനുഭവത്തിലും, പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ അനുഭവ സാക്ഷ്യത്തിലും എങ്ങനെയാണ് ഇതൊക്കെ പരിശുദ്ധ അമ്മ സഞ്ജുവിന് വേണ്ടിയിട്ട് നിർവഹിക്കുന്നത്. അമ്മ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ ഫയൽ അമ്മ എങ്ങനെ എടുക്കുന്നു. ഈശോയ്ക്ക് അമ്മ കൊടുത്തു കഴിയുമ്പോൾ ആ ഫയൽ ഗ്രീൻ സിഗ്നൽ കാണുകയാണ്. അതാണ് നാം ഇവിടെ കേൾക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. എൻ്റെ പേര് അമ്പിളി. ഞാൻ തിരുവല്ല മുത്തൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം 8ാം മാസത്തിലാണ് ഉടമ്പടി എടുക്കുന്നത്. 2024 8ാം മാസത്തിൽ ഉടമ്പടി എടുത്തത്. എൻ്റെ കുഞ്ഞിൻ പഠിച്ചു നിന്നിട്ട് 2 വർഷമായി. പഠിച്ചിറങ്ങിയിട്ട് അവന് ജോലിയായില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മകൻ ഉടമ്പടി എടുത്തായിരുന്നു. ഇനി അവൻ പറയും അവന് കിട്ടിയാലും. എൻ്റെ പേര് രാജേഷ്, ഇതെൻ്റെ അമ്മയാണ്. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം ഞാൻ 4ാമത്തെ പുതുക്കാണ്. ഞാൻ 1.5 വർഷത്തോളമായി ഇവിടെ ഉടമ്പടി എടുത്തിട്ട്. ഞാൻ 2ാമത്തെ ഉടമ്പടി വരെ ഉഴപ്പായിരുന്നു. ഉഴപ്പെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിക്കും എന്ന് വെച്ച് ചിലപ്പോൾ അമ്മ രാത്രിയിലായിരിക്കും വരുന്നത്. അന്നത്തെ ദിവസമൊക്കെ ഞാൻ ഉഴപ്പെടുത്ത് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. പിന്നെ പത്രം കൊടുക്കത്തില്ല. എനിക്ക് പത്രം കൊടുക്കാൻ ഏറ്റവും മടിയായിരുന്നു. അമ്മ എൻ്റെ കൊണ്ട് തരും, ഞാനതുകൊണ്ട് പാത്തു വെക്കുമായിരുന്നു പത്രം. അങ്ങനെ ഒരു പ്രാവശ്യം അമ്മ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇത് നീ ഇങ്ങനെ വെക്കേണ്ടതല്ല, ഇത് കൊണ്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ 3ാമത്തെ പുതുക്ക് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. അപ്പം ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു. എനിക്ക് ചേച്ചിയുണ്ട്, 2 ചേച്ചിമാരുണ്ട്, എൻ്റെ കസിൻസാണ്. അവരും ഈ പള്ളി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം അവരുടെ കൂട്ടത്തിൽ അവരെന്നെ വിളിച്ചു, നമുക്ക് ഇവിടെ ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് മടിയാണ്, ഞാൻ വരത്തില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പോയി, അവരുടെ കൂട്ടത്തിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ അഭയഭവനിൽ പോയി. ഒരു പിള്ളേരുടെ അഭയഭവനുണ്ട്, അവിടെ പോയി ഫുഡ്, അവർക്കുള്ള ബിസ്ക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 3ാമത്തെ പുതുക്ക് കഴിഞ്ഞാണ് എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ആക്സിഡൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേർ, എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. എനിക്ക് ജോലിക്ക് പോകാൻ താമസിച്ചപ്പം ഞാൻ അവനെ വിളിച്ചുകൊണ്ട് സ്പീഡിൽ പോയതായിരുന്നു. അപ്പം ഒരു പുള്ളിക്കാരൻ വെള്ളം അടിച്ചു വന്ന് ഓവർടേക്ക് ചെയ്ത് കയറിയതാണ്. പുള്ളിയെ ഇടിച്ച്. ആ ഇടി കണ്ടാൽ അറിയാം ഞങ്ങൾ 2 മരിക്കും, പുള്ളിയും മരിക്കും. അതുപോലത്തെ ഒരു ഇടിയായിരുന്നു. എനിക്കും ഒന്നും പറ്റിയില്ല, അവനും ഒന്നും പറ്റി. അവൻ നേരെ തെറിച്ചൊരു ലോറിയുടെ ഫ്രണ്ടിലോട്ടാണ് വീണത്. അത് ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നും പറ്റിയില്ല. കാരണം എൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാൻ എവിടെ പോയാലും കാശ് രൂപം കൊണ്ടായിരുന്നു പോകുന്നത്. അതാണ് എനിക്ക് ഒരു 1ാമത്തെ ഇതായിട്ട് കിട്ടിയത്. പിന്നെ എനിക്ക് നടന്നത് എൻ്റെ ജോലിക്കാര്യമായിരുന്നു. എൻ്റെ ജോലി 2 വർഷം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ആയിട്ടില്ലായിരുന്നു. അങ്ങനെയായി ഞാനിവിടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ വന്നായിരുന്നു. പുതുക്കാൻ വന്നു. പുതുക്കി കഴിഞ്ഞ് എനിക്കൊരു ചേട്ടനുണ്ട്, പുള്ളി വെളിയിലാണ്. അപ്പം ഞാനിങ്ങനെ ജോലിക്കാരും പുള്ളിയോട് പറഞ്ഞായിരുന്നു, ചേട്ടാ എനിക്കൊരു ജോലി വേണമായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനായി ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അടുത്തൊരു ചേച്ചി എനിക്കൊരു പുള്ളിക്കാരനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യനുണ്ട്, അവന് വെളിയിലോട്ട് പോകാൻ താല്പര്യമുണ്ട്, ചേട്ടനൊന്ന് നോക്കാവോന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, മോനെ നീ ബാ, നമുക്ക് വെളിയിലേക്ക് നോക്കാം. എനിക്ക് അബുദാബി അങ്ങനത്തെ ഖത്തർ അവിടത്തൊക്കെ നോക്കാനായിരുന്നു പുള്ളി പറഞ്ഞത്. അപ്പം ഞാൻ അവിടെ ചെന്നു, പുള്ളിയുടെ അടുത്ത് ചെന്നു, പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു. അപ്പോൾ പുള്ളി പറയുന്നു, മോനെ എടാ നിനക്ക് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാവും അങ്ങോട്ട് കയറി പോകുന്നതിന്.
ഞാൻ പറഞ്ഞു ചേട്ടാ അത്രയൊന്നും ഇല്ല, എനിക്ക് എൻ്റെ ഈ അത്രയും പൈസയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ച് തരാം, നീ ബാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് പുള്ളിയുടെ അപ്പോഴേ എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചന്ന് ഞാൻ ഈ പൈസ കൊടുക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് ഞാനിവിടെ ഒരു ജോലിക്കാരും പറഞ്ഞില്ലായിരുന്നു, അത് ശരിയായിട്ടുണ്ട്, നീ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം ഞാൻ ഓഫർ ലെറ്റർ എല്ലാം ഇവിടുന്ന് അയക്കുന്നുണ്ട്, നീ ഒരു 10-15 ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അന്നൊരു നല്ല മഴയായിരുന്നു, മഴയത്ത് വൈകിട്ട് അമ്മയെ വിളിക്കാൻ ഞാൻ പോയതാണ്. അപ്പോൾ എനിക്ക് വയറിനൊരു വേദന വന്നു. എനിക്ക് പണ്ട് കിഡ്നി സ്റ്റോൺ ഉള്ളതായിരുന്നു. അപ്പം ഞാൻ അതാന്ന് വിചാരിച്ചു ഇരിക്കുമായിരുന്നു. അങ്ങനെയായി അത് വേദന വെച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി. 2 ദിവസം ജോലിക്ക് പോയി. 3-ാം ദിവസം എനിക്ക് പോകാൻ വയ്യായിരുന്നു. അതുപോലെ എനിക്ക് വേദന. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് അവരോട് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് അവർ പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ആദ്യം സ്കാൻ ചെയ്തു, ഒന്നും കാണുന്നില്ല. CT സ്കാൻ ചെയ്തു, ഒന്നും കാണുന്നില്ല. MRI ചെയ്തു, ഇതൊന്നും കാണുന്നില്ല. പിന്നെ പുള്ളി വന്ന് തൊട്ട് നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു, മോനെ ഇത് അപ്പൻഡീസ് ആയിരുന്നു, അപ്പൻഡീസിൻ്റെ ഇതാണ്, അപ്പം നമുക്ക് ഓപ്പറേഷൻ വേണം, എമർജൻസി ആണെന്ന് പറഞ്ഞു. അപ്പം അതിനു മുമ്പേ ഈ കിഡ്നി സ്റ്റോൺ ആണെന്ന് പറഞ്ഞപ്പോൾ മുന്നേ അമ്മ എനിക്ക് വേദന വരുമ്പോൾ എപ്പോഴും തൈലം തേക്കുമായിരുന്നു. തൈലം തേച്ചു. പിന്നെ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് പുള്ളി പറഞ്ഞു, ഞാൻ 10 മണിയായപ്പോൾ ചെന്നതാണ്. അപ്പോൾ എന്നെ പറഞ്ഞു 2 മണിക്ക് നമുക്ക് ഓപ്പറേഷൻ വേണം, ഇത് എമർജൻസിയാണ്, ഇത് പൊട്ടാറായിരിക്കുക, നല്ല വേദനയുള്ളതുകൊണ്ട്. അപ്പം നേരെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അത് എടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ അമ്മ പറഞ്ഞു, അമ്മയെക്കൊണ്ട് കാണിക്കുമായിരുന്നു. അമ്മ ഒരു നേഴ്സ്, അമ്മയ്ക്കറിയാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു മണിക്കൂർ താമസിക്കുമായിരുന്നെങ്കിൽ അത് പൊട്ടിയേനെ, അതുപോലെ നിൽക്കും, ഒരു മുനമ്പ് പോലെ നിൽക്കുമായിരുന്നു. അത് ജസ്റ്റിനാണ് നിനക്ക് പൊട്ടാതെ. ഈ 3 ദിവസം അത് വെച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി വെയിറ്റ് എടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെയായി അതാണ് എനിക്ക് അനുഗ്രഹം. 2ാമത്തെ അനുഗ്രഹം കിട്ടിയ. 3ാമത്തെ അനുഗ്രഹം ഈ ജോലി, ഈ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് എനിക്ക് വിസ വരാൻ താമസം വന്നത് ഈ ഒരു കാര്യം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ 1.5 മാസമായി എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ട്. അവിടുന്ന് വിസ ന്യൂ ഇയർ ടൈമൊക്കെ ആയതുകൊണ്ട് വിസ അടിക്കാൻ ഭയങ്കര താമസമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് വിസ അടിച്ചു വന്നത് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ വിസ അടിച്ചു വന്നിട്ട്. അപ്പം എനിക്ക് ടിക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്നായിരുന്നു. ടിക്കറ്റ് ഒരു 5-ാം തീയതി ആയിരുന്നു നമ്മൾ ആദ്യമേ ടിക്കറ്റിൻ്റെ ഡേറ്റ് പറഞ്ഞ്. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇവിടെ വന്ന് ഞാൻ ഇനി അമ്മയുടെ കൊടുക്കാം, അമ്മ ബാക്കി പറയും. അവന് ഈ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് മാതാവിൻ്റെ ഒരു തീരുമാനമായിരുന്നു. കാരണം അവനൊരു ഈ വയറുവേദന വന്നതിൻ്റെ കാരണം ഇവിടെ വെച്ച് കുഞ്ഞിൻ്റെ ആ ഓപ്പറേഷൻ ഇവിടെ വെച്ച് നടന്നില്ലെങ്കിൽ കുഞ്ഞ് അവിടെ പോയി കഷ്ടപ്പെടും. അപ്പം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിവിടെ വെച്ച് തന്നെ ആ അസുഖം കണ്ടുപിടിക്കാനും അത് ഓപ്പറേഷൻ നടന്ന് സുഖപ്പെടാനും വേണ്ടി മാത്രമാണ് അമ്മ മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് അത്രയും ദിവസം ലേറ്റാക്കി തന്നെ വിസ വരാൻ താമസിച്ചതും അവൻ്റെ ഈ ഓപ്പറേഷൻ്റെ കാരണം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവൻ സുഖപ്പെട്ടു, റെസ്റ്റും കഴിഞ്ഞു. ഇപ്പം ഞങ്ങളിവിടെ കഴിഞ്ഞതിൻ്റെ 22-ാം തീയതി ഞായറാഴ്ച ഇവിടെ വന്നു. ഇവിടെ വന്നിരുന്ന് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ടിക്കറ്റ് വിസ വരാൻ താമസിച്ചപ്പോഴത്തേന് ഞാനിവിടെ വന്ന് ഞങ്ങൾ 3 പേര്, എൻ്റെ ഹസ്ബൻഡും ഞാനും മോനും കൂടി ഇവിടെ വന്നിരുന്ന ഈ കുർബാനയിൽ കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എല്ലാവർക്കും നീ ഡേറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിന് പോകാനുള്ള താമസം വരുന്നല്ലോ മാതാവേ, ആ വിസയൊന്ന് അടിച്ച് വന്നിരുന്നെങ്കിലും ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു. 2 മിനിറ്റ് ഞാനൊന്ന് മയങ്ങി ഇവിടെ ഇരുന്ന്. അതായത് ഇവിടെ ഈ കുർബാന കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്നെ ആദ്യം ഒരു ഡേറ്റ് എനിക്ക് കാണിച്ചു 25. അത് പെട്ടെന്ന് അങ്ങ് വെട്ടിക്കഴിഞ്ഞ് പിന്നെ ഒരു ഡേറ്റ് കാണിച്ചു. പക്ഷേ എനിക്ക് ആ ഡേറ്റ് തെളിയുന്നതിന് മുമ്പേ ഞാൻ കണ്ണ് തുറന്നു പോയി. ഞാനിപ്പോൾ സങ്കടപ്പെട്ടു, എൻ്റെ മാതാവേ എന്നെ ഒരു ഡേറ്റ് നീ കാണിച്ചല്ലോ, എന്നാലും ആ ഡേറ്റ് എനിക്കൊന്ന് തെളിച്ച് തന്നില്ലല്ലോ എന്ന് ഞാൻ സങ്കടപ്പെട്ടു. അവിടെ ഇരിക്കുമ്പം പറയുന്നത്, അപ്പോൾ എൻ്റെ മനസ്സിലൊരു 7 കാണിച്ചു. പെട്ടെന്നൊരു 7 എന്നൊരു നമ്പരാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ മാതാവ് ഇനി 27 ആണോ 7 ആണോ ഇങ്ങനെ തർക്കിച്ച് നിൽക്കുമ്പോൾ എൻ്റെ അടുക്ക് ആരോ പറയുന്നല്ലേ 7 എന്നൊരു ഡേറ്റ്. ഞാനപ്പം മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മേ 7 ആയിരിക്കും, നീ എൻ്റെ കുഞ്ഞിനെ വിടാനുള്ള ഡേറ്റ് ആയിരിക്കും ഈ പറയുന്നത്. ഞാൻ പുറത്തിറങ്ങി, ഞങ്ങൾ ഇവിടുത്തെ കുർബാനയെല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങി മോനോടും ഹസ്ബൻഡിനോടും പറഞ്ഞ് മാതാവ് എനിക്ക് ഡേറ്റ് കാണിച്ചു തന്നു 7-ാം തീയതിയാണ്. അത് പറഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:30 ആയപ്പം മോന് വിസ അടിച്ച് വന്നെന്നുള്ള ഇത് അറിഞ്ഞു. അപ്പോഴത്തേനും എന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ആ ഡേറ്റിലെല്ലാം ഭയങ്കര റേറ്റ്. 6-ാം തീയതി ജനുവരി 6-ന് അവൻ അവിടെ ജോയിൻ ചെയ്യണം. അപ്പോഴത്തേന് നമ്മൾ ചെല്ലുന്നപ്പോഴത്തേന് റേറ്റ് കൂടുതൽ. പിന്നെ അടുത്ത 7-ാം തീയതിയേ ഉള്ളൂ റേറ്റ് കുറവ്. ഞങ്ങൾ വിളിച്ചു ചോദിച്ചു
എങ്ങനെ നമുക്കിതുപോലെ കൊച്ചനോട് ചേച്ചിയുടെ മോനുണ്ട്, അവനോട് എടാ 7-ാം തീയതി ആകുമ്പോൾ റേറ്റ് കുറവാണ്, ഞാൻ കമ്പനിയിലൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശരി നിങ്ങൾ 7-ാം തീയതി കയറുന്നു. അപ്പോൾ എൻ്റെ മാതാവ് കാണിച്ചു തന്ന ആ ഡേറ്റിൽ തന്നെ എൻ്റെ കുഞ്ഞിനെ കയറ്റി വിടാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും 2 നേരവും. ഇവൻ ആദ്യം ഉഴപ്പിയെങ്കിലും പിന്നെ ഞങ്ങൾ 2 പേരും ഇത് നല്ലതായിട്ട് വെളുപ്പിനെ 4:30 ഞാൻ എഴുന്നേറ്റ് 5 മണിയാകുമ്പം കുളിച്ച് റെഡിയായി വന്ന് ഞാൻ ഇവനെ വിളിച്ചു. ഞാൻ 5:20 എനിക്കൊരു 50 പേരേ ഉള്ളൂ എൻ്റെ ഗ്രൂപ്പിൽ. ഈ 50 പേർക്ക് ഞാൻ ആദ്യമേ ഇവിടുത്തെ പ്രാർത്ഥന ഇട്ട് കൊടുത്തിട്ടേ 5:30 പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇരിക്കത്തുള്ളൂ. എൻ്റെ ആ ഒരു മെസ്സേജ് കാത്ത് എൻ്റെ കൂടെയുള്ള ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇച്ചിരി താമസിച്ചാൽ ഞാൻ രാവിലെ ചെല്ലുമ്പം ചോദിക്കും ഇന്ന് എന്നാ നീ താമസിച്ചു, അതുകൊണ്ട് ഞങ്ങളും താമസിച്ചത് കേൾക്കാൻ. അവരാ കറക്റ്റ് ടൈമിൽ ഞാൻ 5:20 ഞാൻ ഇട്ടിരിക്കും. എൻ്റെ എന്ത് ജോലി ഉണ്ടെങ്കിലും അത് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 6 ബൈബിള് വായിച്ച് ഒരു 6:10 ആകും. 10 കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ അടുക്കളയിൽ പോയി ജോലി ചെയ്യാൻ ഇരിക്കത്തുള്ളൂ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇതിപ്പോഴാണേലും ഭയങ്കര വിശ്വാസമാണ് ഞങ്ങൾ 3 പേരും നന്നായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ ഓർഫണേജിലൊക്കെ പോകും. എൻ്റെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഈ പെയിൻ ആൻഡ് പാലിറ്റീവ്, അതായത് ക്യാൻസർ രോഗികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ ഞാൻ അവിടെ കൊണ്ടുപോയി ഞാൻ ഇവനും കൂടെ ഫുഡ് ഉണ്ടാക്കി അവിടെ കൊടുക്കും. പിന്നെ ഈ അനാഥ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പോകും. ഇതൊക്കെ ഞങ്ങൾ ചെയ്യും. പിന്നെ പത്രം ഇവന് ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, നീ വിശ്വസിച്ചാലേ നിൻ്റെ ജോലിക്ക് താമസം വന്നിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ഒറ്റ ഒരു കുഴപ്പം കൊണ്ട് മാത്രമാണ്. കാരണം നീ ഈ പത്രം കൊടുക്കേ, നീ മാനക്കേട് മാറ്റി വെച്ച് മാതാവി വിശ്വസിച്ച് യേശു അപ്പനും നമ്മുടെ കൂടെയുണ്ട്, നീ അങ്ങനെ ഇറങ്ങ, നമുക്കിങ്ങനെ ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ ഞങ്ങൾ പിന്നെ എൻ്റെ കൂടെ പിന്നെ ഇപ്പം മടിയൊന്നുമില്ല, തന്നെ കൊണ്ട് കൊടുക്കും. ഈ കഴിഞ്ഞ ദിവസവും ഞാനിവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോയി അവനാ കൊണ്ട് കൊടുത്തേ. ഞാനും പിന്നെ ഹോസ്പിറ്റലിൽ കൊച്ചുങ്ങൾ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് ഈ നഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറയും മക്കൾ ഇത് വായിക്കണം, ഇത് പഠിക്കാനിരിക്കുമ്പോൾ അമ്മയെ അടുത്ത് വെച്ചിരുന്ന് പഠിക്കണം, അപ്പം നിങ്ങൾ നല്ലതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറയും. ഞാൻ എന്നെ രക്ഷിച്ച ദൈവം, എൻ്റെ കുടുംബത്തെ രക്ഷിച്ച ദൈവം, എൻ്റെ മകനെ രക്ഷിച്ച ദൈവം, ആ ദൈവത്തെ ഞാൻ മരണകാലം വരെ എനിക്ക് എത്ര ആയുസ് ഇട്ടിട്ടുണ്ടോ അത്രയും വരെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ അമ്മ മാതാവിനോടും എൻ്റെ യേശുവപ്പനോടും കടപ്പെട്ടിരിക്കും. കാരണം ഞങ്ങൾ ഇന്ന് ജീവിക്കുന്ന, ഞാൻ ഉടുതുണിക്കും ആഹാരത്തിനും വിഷമിച്ച സമയമുണ്ട്, പക്ഷേ ഈ വിശ്വാസം എൻ്റെ കർത്താവിനെ വിശ്വസിച്ച കാലം മുതൽ എനിക്കൊന്നിനും കുറവ് വന്നിട്ടില്ല. ഇപ്പം എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഒരു കുഴപ്പം, എൻ്റെ വീട്ടിലാണ് എന്തോ ഒരു ശാന്തതയാണ്, മറ്റേ എന്നും അടിയാ ഞങ്ങൾ നേരെ നോക്കി അടിയാ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഭയങ്കര സന്തോഷവും പ്രാർത്ഥനയാണേലും ഞങ്ങൾക്ക്, ഞാൻ വേറെ ഒന്നും ചിന്തിക്കത്തില്ല. എൻ്റെ ഫോൺ ഓണായാൽ എൻ്റെ അമ്മ മാതാവിനെ യേശുവിനെ സ്തുതിച്ചുള്ള പാട്ടുകൾ മാത്രമേ ഉള്ളൂ. അവനും അത് തന്നെ. പുള്ളി എൻ്റെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. കാരണം പുള്ളിയൊക്കെ ഈ പ്രാർത്ഥിക്കും, പൊക്കോ, ഒരു പ്രശ്നമില്ല, പള്ളിയിൽ പോകുന്നതിനൊന്നും ഒരെതിരിയില്ല. പക്ഷേ പുള്ളി ഇപ്പം അങ്ങനല്ല. പുള്ളി എൻ്റെ കൂടെ വന്ന് ഞങ്ങളെക്കാട്ടി മുന്നേ ഇവിടെ എല്ലാ ഞായറാഴ്ചയും ജോലി കഴിഞ്ഞ് വരും പറയാം ഞാൻ നാളെ പള്ളിയിൽ പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നോ? നിങ്ങൾ വരുന്നോ? എന്നാൽ ഞങ്ങളും വരുക. ഞങ്ങൾ 3 പേരുടെ വെളുപ്പിനെ 5:30 ആകുമ്പം തിരുവല്ലായിൽ നിന്ന് ബസ് കയറി ഇവിടെ വന്ന് കുർബാനയൊക്കെ കൂടി അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടി ഞങ്ങൾ ഇവിടുന്ന് 5-5:30 ആകും വീട്ടിൽ ചെല്ലുമ്പോൾ. അപ്പം ഞങ്ങൾക്ക് പ്രശ്നമായി, നമ്മൾ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു മതം ഒന്നും മാറുന്നില്ല, എൻ്റെ വിശ്വാസം, അതിനെ ആരും ചോദ്യം ചെയ്യേണ്ട. ഞാൻ അങ്ങോളം ഈ വിശ്വാസത്തിൽ തന്നെ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അമ്മ മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി പറയും. ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ ചേച്ചിയുടെ മക്കളും ആമ്പിള്ളേരാണ്, അവരെന്നെ പരിഹസിക്കും. അമ്പിളിയമ്മ വരുന്നുണ്ട്, ഞങ്ങളുടെ അമ്മയെ ക്രിസ്ത്യാനിയാക്കാൻ വരും. ഞാൻ പറഞ്ഞടാ ഒരിക്കലുമില്ല, ഞാൻ വരുന്നെങ്കിൽ നിങ്ങൾ ആ വിശ്വാസത്തിൽ വരാമേ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ ദൈവത്തെ അറിയുന്ന ഒരു സമയം നിങ്ങൾക്ക് ദൈവം തരും. അത് സത്യമായ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരും പഠിച്ചു നിന്നിട്ട് ജോലിയില്ല. ലാസ്റ്റ് അവരുടെ അമ്മ ഞാൻ പറഞ്ഞ പുറകിന് അവരിവിടെ വന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. വന്ന് അവർ അമ്മയും മക്കളും എല്ലാം ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞ് അവർ രക്ഷപ്പെട്ടു. അവർക്ക് ജോലിയായി, വെളിയിൽ പോയി. അവരെന്നെ പരിഹസിച്ചവർ ഇവിടെ വന്ന് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഇന്ന് എൻ്റെ സഹോദരങ്ങൾ, ഇനി എൻ്റെ ബ്രദർമാരുണ്ട്, അവരെ കൂടി ഇവിടെ കൊണ്ടുവരണം. അവർ പാതി വഴിയായി എന്ന് വേണേൽ പറയാം. കാരണം എൻ്റെ ചേച്ചിമാരെല്ലാം വിശ്വാസത്തിലായി ഇവിടെ വന്നു. അവളാണെങ്കിൽ എൻ്റെ 2ാമത്തെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ കൃപാസനത്തിൽ അമ്മയും യേശുവപ്പനും അവിടെ അച്ഛനും അമ്മയാണ്, വേറെ ആർക്കും അവൾ വിട്ടുകൊടുക്കത്തില്ല. ആ ഒരു രീതിയിലായി അവിടെ ജീവിതം. അവരൊക്കെ നല്ല നിലയിലായി മാതാവ് വിശ്വസിച്ചുകൊണ്ട്. ഞാൻ പറയുന്നത് ഈ ദൈവത്തെ വിളിച്ചാൽ നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഒരു തുള്ളി ഒന്നും കൊടുക്കണ്ട, 1 രൂപ പോലും കൊടുക്കണ്ട, ഒരു തുള്ളി കണ്ണുനീര് മനസ്സറിഞ്ഞ്
നമ്മൾ മനസ്സ് നൊന്ത് വിളിച്ചാൽ നമ്മുടെ കൂടെ വരുന്ന ദൈവമാണ്. അതിൽ അനുഭവപ്പെട്ട ഉള്ള ഒരു ആളാണ് ഞാൻ. എൻ്റെ ജീവിതം അത്രയ്ക്ക് ദുരിതമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിസ്റ്റർ പറഞ്ഞാൽ എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഇല്ലാഞ്ഞൊരു സമയം. ഞാൻ വാടക വീട് തോറും നടന്നേ. പക്ഷേ എൻ്റെ ദൈവം എനിക്കെല്ലാം തന്നു, എല്ലാം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആഹാരം വേണ്ട, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ദൈവം എനിക്ക് തരുന്നുണ്ട്. ഞാൻ എനിക്കൊരു ഉടുതുണിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 2 ചുരിദാറും 1 പാൻറ്റ് വിട്ട് നടന്ന ഒരു വ്യക്തിയാണ്. അതെടുത്ത് എൻ്റെ ദൈവം എനിക്കിന്ന് വില കൂടിയ ഡ്രസ്സ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചില്ലെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഡോക്ടേഴ്സ്, ഞാൻ അവരുടെ കൂടെ, ആ ഡോക്ടേഴ്സ് ഏതൊരു കടന്നാൾ വന്നാലും എനിക്ക് 5000 രൂപ വിലയുള്ള ഡ്രസ്സാണ് തരുന്നത്. അത് എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ അമ്മ മാതാവ്, എൻ്റെ യേശുവപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് നല്ല രീതിയിൽ, എനിക്ക് ഒന്നിനും കുറവില്ല എൻ്റെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം. എൻ്റെ മോൻ ഈ മാസം ചൊവ്വാഴ്ച, അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച 8-ാം തീയതി 7-ാം തീയതി 8 മണിക്കത്തെ ഫ്ലൈറ്റിന് എൻ്റെ കുഞ്ഞ് പോകും. അത് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ 21-ാം തിരുവചനം അരുളി ചെയ്യുന്നു, എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. യാക്കോബ് പറയുന്ന വാക്കുകളാണിത്. അതായത് ഏസാവിനെ വിട്ട് തൻ്റെ പിതൃഭവനത്തിൽ നിന്ന് യാക്കോബ് ഓടിപ്പോകുമ്പോൾ താൻ തൂണായി കുത്തി നിർത്തുന്ന ഒരു കല്ലും അത് കർത്താവിൻ്റെ ഭവനമായിരിക്കുമെന്നും, അങ്ങനെ ദൈവത്തോട് യാക്കോബ് ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണിത്. പിന്നീട് എന്തൊക്കെയാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകം തുടർന്ന് വായിക്കുമ്പോഴും അതിനു മുമ്പുള്ള ഭാഗങ്ങളിലുമൊക്കെ വളരെ വ്യക്തമാണ്. ഇവിടെ അമ്പിളി സുരേഷും തൻ്റെ മകനും 2 പേരും ഉടമ്പടി എടുത്തവരാണ്. ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് തങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും തന്ന ദൈവത്തിന് അവർ നന്ദി പറയുന്നത്. ഈ ദൈവമാണ് തങ്ങളെ രക്ഷിച്ചത്. ഈ ദൈവത്തെ മരണം വരെ ഈ വിശ്വാസം അത് ഞാൻ കൂടുതൽ പേരോട് ഞാൻ പങ്കുവെച്ച് ഞാൻ കൂടുതൽ ഈ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുമെന്നൊക്കെ ഈ മകളിവിടെ പറയുന്നുണ്ട്. തങ്ങൾക്ക് കിട്ടിയ ഓരോ കാര്യങ്ങൾ 2 പേരും ഇവിടെ പങ്കുവെച്ചു. മകൻ്റെ അപകടത്തിൽ നിന്നുള്ള സംരക്ഷണം, അതിനുശേഷം തൻ്റെ ജോലി സാധ്യതകൾ, എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ താമസിക്കുമ്പോൾ നാം അസ്വസ്ഥരാകുന്നു. എന്നാൽ ഇവരും അങ്ങനെ തന്നെയായിരുന്നു, അസ്വസ്ഥരായിരുന്നു. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ടും വിസ വരുന്നില്ല. എന്നാൽ അതിനിടയിൽ ഈ മകന് കിട്ടിയ ഒരു രോഗസൗഖ്യം, അതൊക്കെ പിന്നീട് കൃപയായിട്ട് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ദൈവം കൂടെയുള്ള അനുഭവം തങ്ങൾക്കുണ്ട് എന്നൊക്കെ ഇവിടെ നിന്ന് ലോകത്തോട് മുഴുവനുമായിട്ട് വിളിച്ചു പറയുമ്പോൾ ഈ മക്കൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ അമ്മ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. താൻ ഡെയിലി ബ്രെഡ് പ്രെയർ അത് 50 പേർക്ക് താൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നു. അങ്ങനെ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഈ താൻ ഷെയർ ചെയ്തിട്ട് വേണം അവരും കൂടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ. അപ്പോൾ ഇതിനൊക്കെ സമയം ഇതൊക്കെ കണ്ടെത്തുകയാണ്. അങ്ങനെ മറ്റുള്ളവരിലേക്ക് കർത്താവിനെ എത്തിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. അങ്ങനെ ഈ മകള് തൻ്റെ കുടുംബത്തിലൂടെ, തൻ്റെ സാഹചര്യങ്ങളിലൂടെയൊക്കെ അതിനൊക്കെ സമയം കണ്ടെത്തി എങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ദൈവം തന്നെ ഇവരുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവമാണ്. അതാണ് ദൈവാനുഭവങ്ങളായിട്ട് ഇന്നിപ്പോൾ ഇവിടെ പങ്കുവെച്ചത്. ഉണ്ണാനും ഉടുക്കാനും നമുക്ക് തരുന്ന ദൈവത്തെ നമുക്ക് മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.